ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഓരോ യൂണിറ്റിൻ്റെയും അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് റെഫർ ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി തന്നെ ഇതിൽ ആൻസറോട് കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോന്നും അതിൻ്റെ ആൻസർ നമുക്ക് പറഞ്ഞു പോകാം. അപ്പം നമുക്ക് ഇതിൻ്റെ ഓരോ പോയിൻറ്റ്സ് ആയിട്ട് കിട്ടും. അപ്പം ഇത് 5 മാർക്കിനും 2 മാർക്കിനും 15 മാർക്കിനും ഒക്കെയുള്ള ചോദ്യത്തിന് ഏറ്റവും ആപ്റ്റായിരിക്കും. അപ്പം നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആശാൻ കവിതയിലെ ജീവിത ദർശനം ഉപന്യാസം തയ്യാറാക്കുക. അപ്പം നമുക്ക് ആദ്യം തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. മലയാള സാഹിത്യത്തിലെ സ്നേഹഗായകൻ എന്നാണ് കുമാരനാശാൻ അറിയപ്പെടുന്നത്. കേവലം വർണ്ണനകൾക്കപ്പുറം മനുഷ്യജീവിതത്തിൻ്റെ ആഴമേറിയ തത്വചിന്തകളും സാമൂഹിക മാറ്റത്തിനായുള്ള ആഹ്വാനങ്ങളും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന ആശാന്റെ കാവ്യദർശനം കരുണയും സ്നേഹവും സമത്വവും കോർത്തിണക്കിയ ഒന്നായിരുന്നു. ആശാൻ കവിതകളുടെ അന്തർധാര സ്നേഹമാണ്. സ്നേഹമാണഖില സാഗരമൂഴിയിൽ എന്ന് അദ്ദേഹം പാടി. മനുഷ്യർ തമ്മിലുള്ള ബന്ധം മാത്രമല്ല, സകല ജീവജാലങ്ങളോടുമുള്ള അനുകമ്പയാണ് ജീവിതത്തിൻ്റെ അർത്ഥമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. നളിനി, ലീല എന്നീ കൃതികളിൽ ആത്മീയമായ പ്രണയത്തെ അദ്ദേഹം ഉയർത്തിക്കാട്ടി. സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെയും ജാതി വ്യവസ്ഥയ്ക്കെതിരെയും വിപ്ലവാത്മകമായ നിലപാടാണ് ആശാൻ സ്വീകരിച്ചത്. മാറ്റുവീൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമത് നിങ്ങളെ താൻ എന്ന അദ്ദേഹത്തിൻ്റെ വരികൾ അക്കാലത്തെ സാമൂഹിക വ്യവസ്ഥിതിയെ പിടിച്ചുലച്ചു. ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി എന്നീ കൃതികൾ ജാതിരഹിത സമൂഹമെന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെ പ്രതിഫലിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ ക്ഷണികതയനുസരിച്ച് ആശാന് വ്യക്തമായ ബോധമുണ്ടായിരുന്നു. വീണപൂവ് എന്ന കൃതിയിലൂടെ പൂവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ഘട്ടങ്ങളെ വിവരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ നശ്വരതയെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഹാ പുഷ്പമേ, അധിക തുങ്കപദത്തിലത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കയെ നീ എന്ന് തുടങ്ങുന്ന വരികൾ അധികാരത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും അനിശ്ചിതത്വത്തെ സൂചിപ്പിക്കുന്നു. തൻ്റെ കൃതികളിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് സവിശേഷമായ വ്യക്തിത്വവും കരുത്തും നൽകാൻ ആശാൻ ശ്രദ്ധിച്ചു. മാതങ്കിയും, ചണ്ടാലഭിക്ഷയിലെ മാതങ്കിയും, ദുരവസ്ഥയിലെ സാവിത്രിയും, കരുണയിലെ വാസവദത്തെയും സമൂഹത്തിൻ്റെ ചട്ടക്കൂടുകളെ മറികടക്കുന്നവരോ ആത്മീയ പരിവർത്തനത്തിന് വിധേയരാകുന്നവരോ ആണ്. ആശാന്റെ ജീവിത ദർശനത്തിൽ ബുദ്ധമത തത്വങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. അഹിംസ, കരുണ, മോക്ഷം എന്നിവയെക്കുറിച്ചുള്ള ചിന്തകൾ കരുണ, ചണ്ടാലഭിക്ഷുകി എന്നീ കാവ്യങ്ങളിൽ പ്രകടമാണ്. പാപിയായ മനുഷ്യനും പശ്ചാത്താപത്തിലൂടെ മോക്ഷം ലഭിക്കുമെന്ന് അദ്ദേഹം കരുണയിലൂടെ കാണിച്ചു തന്നു. ചുരുക്കത്തിൽ പറയാനാണെങ്കിൽ കുമാരനാശാന്റെ കവിതകൾ കേവലം അക്ഷരക്കൂട്ടങ്ങളല്ല, മറിച്ച് മനുഷ്യത്വത്തിൻ്റെ മഹത്തായ വിളംബരങ്ങളാണ്. സ്നേഹം, സമത്വം, സ്വാതന്ത്ര്യം എന്നിവയിലൂന്നിയ ഒരു പുതിയ ലോകക്രമമാണ് അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ വിഭാവനം ചെയ്തത്. കാലം എത്ര കഴിഞ്ഞാലും ആ ദർശനങ്ങൾ മനുഷ്യരാശിക്ക് വഴികാട്ടിയായി നിലകൊള്ളുന്നു. ഇതാണ് ആദ്യത്തെ നമ്മളുടെ ഉപന്യാസം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ചിത്രയോഗം മഹാകാവ്യത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് വിവരിക്കുക. അപ്പോൾ അതിൻ്റെ ഇതിവൃത്തമാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ അതിൻ്റെ ഇതിവൃത്തമാണ് പറയുന്നത്. അതിൻ്റെ എന്താ പറയണ്ടേ, ഒരു ഫസ്റ്റ് ഒരു ഇൻട്രോ പോലെ ഒന്ന് കൊടുക്കണം. അത് നമുക്കത് പറയാം. അതിന് ശേഷം അതിൻ്റെ ഇതിവൃത്തം പറയാം. കുമാരനാശാൻ രചിച്ച ഒരേ ഒരു മഹാകാവ്യമാണ് ചിത്രയോഗം. 1913 ഈ കൃതി പ്രസിദ്ധീകരിച്ചത്. ഒരു മഹാകാവ്യത്തിന് വേണ്ട ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ കൃതിയാണിതെങ്കിലും ആശാന്റെ മറ്റു ഖണ്ഡകാവ്യങ്ങളിൽ കാണുന്ന വിപ്ലവാത്മകതയേക്കാൾ ക്ലാസിക് ശൈലിയിലാണ് ഇതിന് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇതിവൃത്തം എന്താണെന്ന് നമുക്ക് നോക്കാം. സാരികത്തിലെ ശക്തി യശസ് എന്ന കഥയെ ആസ്പദമാക്കിയാണ് ആശാൻ ഈ കാവ്യം എഴുതിയത്. വിദ്യാധര ചക്രവർത്തിയാകാൻ പോകുന്ന നരവാഹനദത്തനും അദ്ദേഹത്തിൻ്റെ പത്നിയാകാൻ പോകുന്ന രത്നപ്രഭയും തമ്മിലുള്ള പ്രണയവും അതിനിടയിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഇതിലെ പ്രമേയം.
ദണ്ഡിയുടെ കാവ്യദർശനത്തിൽ പറയുന്ന അഷ്ടാദശ വർണ്ണനകൾ, 18 തരം വർണ്ണനകളാണിത് ഈ കൃതിയിൽ പാലിച്ചിട്ടുണ്ട്. 18 സർഗങ്ങളിലായാണ് കഥ വിവരിക്കുന്നത്. നഗരം, കടൽ, പർവ്വതം, ഋതുക്കൾ, ചന്ദ്രോദയം, സൂര്യോദയം തുടങ്ങിയവയെല്ലാം ഇതിൽ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. ആശാന്റെ ഇതര കൃതികളിൽ നിന്ന് വ്യത്യസ്തമായി സംസ്കൃത പദയൂഷ്ഠിതമായ ശൈലിയാണ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. വൈദർഭി രീതിയിലുള്ള രചനാശൈലി ഇതിൻ്റെ പ്രത്യേകതയാണ്. എങ്കിലും പദങ്ങളുടെ പ്രയോഗത്തിൽ ആശാന്റേതായ ഒരു ലാളിത്യവും ദീപ്തിയും ഇവിടെയും കാണാം. ഈ മഹാകാവ്യത്തിലെ പ്രധാന രസം ശൃംഗാരമാണ്. നരവാഹനദത്തനും രത്നപ്രഭയും തമ്മിലുള്ള അനുരാഗത്തിനു പുറമെ വീരം, അത്ഭുതം എന്നീ രസങ്ങൾക്കും കവി പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വെറുമൊരു പ്രണയകഥ എന്നതിലുപരി മനുഷ്യന്റെ കർമ്മഫലത്തെയും ദൈവഹിതത്തെയും കുറിച്ചുള്ള സൂചനകൾ ഇതിലുണ്ട്. പ്രകൃതിശക്തികളും മനുഷ്യജീവിതവും തമ്മിലുള്ള ബന്ധത്തെ ചിത്രീകരിക്കാൻ ആശാൻ ശ്രമിച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ വൃത്തങ്ങൾ ഓരോ സർഗത്തിലും മാറ്റി മാറ്റി ഉപയോഗിച്ചിരിക്കുന്നു. ചിത്രകലയ്ക്കും യോഗവിദ്യയ്ക്കും കഥയിൽ പ്രാധാന്യമുള്ളതിനാലാണ് ചിത്രയോഗം എന്ന പേര് നൽകിയിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ മനോവിഭവങ്ങൾ ചിത്രീകരിക്കുന്നതിൽ ആശാൻ കാട്ടിയ വൈഭവം ശ്രദ്ധേയമാണ്. ആശാന്റെ ലഘുകാവ്യങ്ങളിലെ, ഉദാഹരണത്തിന് വീണപൂവ് അല്ലെങ്കിൽ കരുണ, ആഴമേറിയ ദാർശനികതയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചിത്രയോഗം പാരമ്പര്യ രീതിയിലുള്ള ഒരു കൃതിയാണ്. എങ്കിലും മലയാളത്തിലെ ലക്ഷണയുക്തമായ മഹാകാവ്യങ്ങളുടെ നിരയിൽ ഇതിന് വലിയ സ്ഥാനമുണ്ട്. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ഉമാകേരളത്തിൻ്റെ രൂപപരവും ഭാവപരവുമായ സവിശേഷതകൾ കണ്ടെത്തി വിവരിക്കുക എന്നാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ ആൻസർ നമുക്ക് പറയാം. മലയാളത്തിലെ മഹാകാവ്യമായ രണ്ടാമത്തെ മഹാകാവ്യമായ ഉമാകേരളം ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ മാസ്റ്റർ പീസ് കൃതിയാണ്. അങ്ങനെയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 1913 ഇത് പ്രസിദ്ധീകരിച്ചത്. ഈ മഹാകാവ്യത്തിൻ്റെ രൂപപരവും ഫോമും ഭാവപരവുമായ കണ്ടന്റും സവിശേഷതകൾ ഇനി പറയുന്നവയാണ്. ഓക്കെ, ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് രൂപപരമായ സവിശേഷതകളാണ്, സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്. ഒരു ലക്ഷണമൊത്ത മഹാകാവ്യത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും ഉമാകേരളത്തിൽ രൂപപരമായി സമ്മേളിച്ചിരിക്കുന്നു. ഒന്നാമതായി പറയുന്നത് സർഗവിഭജനമാണ്. 19 സർഗങ്ങളിലായാണ് ഈ മഹാകാവ്യം രചിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ സർഗവും വ്യത്യസ്തമായ വൃത്തങ്ങളിൽ നിബന്ധമാണ്, അതായത് മീറ്ററുകളിൽ നിബന്ധമാണ്. അടുത്തത് പറയുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാശൈലിയെക്കുറിച്ചാണ്. സംസ്കൃത പദങ്ങൾ ധാരാളമായി ഉപയോഗിച്ചിട്ടുള്ള ഒഴുക്കുള്ള ഭാഷയാണ് ഉള്ളൂർ സ്വീകരിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും വൈദർഭി രീതിയിലുള്ള ലളിതവും മനോഹരവുമായ പദപ്രയോഗങ്ങൾ ഇതിലൂടെ കാണാം. ശബ്ദ അലങ്കാരങ്ങൾ, അനുപ്രാസം, യമകം തുടങ്ങിയ ശബ്ദ അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഉള്ളൂർ കാണിച്ച വൈഭവം ഈ കൃതിയുടെ വായനാസുഖം വർദ്ധിപ്പിക്കുന്നു. ശാസ്ത്രീയമായ മഹാകാവ്യ ലക്ഷണങ്ങൾ പാലിച്ച് നഗരം, കടൽ, പർവ്വതം, ഋതുക്കൾ, ചന്ദ്രോദയം, യുദ്ധം തുടങ്ങിയവയെല്ലാം ഇതിൽ വിസ്തരിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. ഉമാകേരളത്തിൻ്റെ ആത്മാവ് അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലവും ദേശസ്നേഹവുമാണ്. തിരുവിതാംകൂർ ചരിത്രത്തിലെ നിർണായകമായ ഒരു കാലഘട്ടമാണ് ഇതിവൃത്തം. ആദിത്യവർമ്മയുടെ മരണം മുതൽ ഉമയമ്മ റാണിയുടെ ഭരണകാലം വരെയുള്ള സംഭവങ്ങളാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. 8 വീട്ടിൽ പിള്ളമാരുടെ ഗൂഢാലോചനയും അതിനെതിരെയുള്ള പോരാട്ടവുമാണ് പ്രധാന പ്രമേയം. എന്തിൻ്റെയാണ്? നമ്മൾ പറഞ്ഞ ഉമാകേരളത്തിൻ്റെ ഖണ്ഡകാവ്യത്തിലെ പ്രമേയമാണ് പറയുന്നത്. ഇനി പറയുന്നത് മലയാള കവിതയിൽ ദേശസ്നേഹത്തിൻ്റെ ആവേശമുണർത്തിയ കൃതിയാണ് ഇത്. മാതൃഭൂമിയോടുള്ള ഭക്തിയും ഭരണാധികാരിയോടുള്ള കൂറും ഇതിലെ കഥാപാത്രങ്ങളിലൂടെ ഉള്ളൂർ ഉയർത്തിക്കാട്ടുന്നു. ഈ കാവ്യത്തിലെ പ്രധാന രസം വീരരസമാണ്. യുദ്ധവർണ്ണനകളും രാജ്യതന്ത്രങ്ങളും ഇതിൽ പ്രധാനമാണ്. എങ്കിലും ശൃംഗാരം, കരുണം എന്നീ രസങ്ങൾക്കും അർഹമായ സ്ഥാനം നൽകിയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഏതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. വളരെ ലഘുവായിട്ടും എഴുതാവുന്നതാണ്. ഞാനിത് വായിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഓരോ തവണ ഇരുന്ന് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ഇതേ ക്വസ്റ്റ്യന് തന്നെയല്ല, നമുക്ക് ഇനി ഉള്ളൂരിനെ കുറിച്ച് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ പറയുന്ന വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ബ്രെയിനിൽ അത് അബ്സോർബ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ അത് കിടക്കുമെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തെഴുതിയാലും നമുക്ക് നമ്മുടെ മാർക്ക്, നമ്മളുടെ എയിം അതാണല്ലോ, അത് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിങ്ങനെ വായിച്ച് പറയുന്നത്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. ഉള്ളൂരിൻ്റെ സാഹിത്യ ജീവിതത്തെക്കുറിച്ച് വിശദീകരിക്കുക. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. മലയാള സാഹിത്യത്തിലെ ആധുനിക കവിത്രയത്തിൽ ഒരാളായ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പാണ്ഡിത്യം കൊണ്ടും രചനാ വൈഭവം കൊണ്ടും വിശ്വവിഖ്യാതനായ വ്യക്തിത്വമാണ്. കവി, ഗവേഷകൻ, ചരിത്രകാരൻ, ഉദ്യോഗസ്ഥൻ എന്നീ നിലകളിൽ അദ്ദേഹം കേരളത്തിന് നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. മഹാകവി എന്ന നിലയിൽ അദ്ദേഹം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മലയാളത്തിലെ ലക്ഷണമൊത്ത മഹാകാവ്യങ്ങളിലൊന്നായ ഉമാകേരളം രചിച്ചതിലൂടെയാണ് ഉള്ളൂർ മഹാകവി എന്ന പദവിക്ക് അർഹനായത്. 19 സർഗങ്ങളിലായി തിരുവിതാംകൂർ ചരിത്രം പ്രമേയമാക്കിയ ഈ കൃതി അദ്ദേഹത്തിൻ്റെ ഭാഷാപ്രയോഗത്തിലുള്ള പ്രാവീണ്യം തെളിയിക്കുന്നു. മഹാകാവ്യങ്ങൾ കൂടാതെ ഒട്ടനവധി ഖണ്ഡകാവ്യങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഒന്നാമതായി പറയുകയാണെങ്കിൽ ഭക്തിദീപിക ശാന്തിയും ഭക്തിയും പ്രമേയമായ കൃതിയാണ്. പിന്നെയാണ് പറയുന്നത് കർണഭൂഷണം. കർണൻ്റെ ത്യാഗമനോഭാവത്തെയും ഔദാര്യത്തെയും വാഴ്ത്തുന്ന ഉള്ളൂരിൻ്റെ ഏറ്റവും മികച്ച ഖണ്ഡകാവ്യമായി ഇത് കരുതപ്പെടുന്നു. പിങ്കള, ഒരു വേശ്യയുടെ മാനസാന്തരവും ആത്മീയമായ ഉണർവും ഇതിൽ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഉള്ളൂരിൻ്റെ ഏറ്റവും വലിയ കർമ്മ പദ്ധതി കേരള സാഹിത്യ ചരിത്രമാണ്. 5 വാല്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ബൃഹത് ഗ്രന്ഥം മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ഉൽപ്പത്തി മുതൽ ആധുനിക കാലം വരെയുള്ള സമഗ്രമായ ചരിത്രരേഖയാണ്. ഒരു വ്യക്തി ഒറ്റയ്ക്ക് പൂർത്തിയാക്കിയ ഈ ദൗത്യം അദ്ദേഹത്തെ ഒരു മികച്ച ഗവേഷകനായി അടയാളപ്പെടുത്തുന്നു. ഇത്രയാണ് നമുക്ക് ഉള്ളൂരിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് പറയേണ്ടത് കേരളത്തിൻ്റെ ദേശീയ കവി എന്ന് വള്ളത്തോളിനെ വിശേഷിപ്പിക്കാം, വിലയിരുത്തുക. അതിനെക്കുറിച്ചാണ് പറയുന്നത്. മലയാള സാഹിത്യത്തിലെ ആധുനിക കവിത്രയത്തിൽ ഒരാളായ വള്ളത്തോൾ നാരായണ മേനോനെ കേരളത്തിൻ്റെ ദേശീയ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലാണ്. ഭാരതീയതയും കേരളീയതയും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഇഴചേർന്ന് കിടക്കുന്നു. ദേശീയ പ്രസ്ഥാനം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഭാരതീയരിൽ ആവേശം പകർന്ന കവിതകൾ എഴുതിയ കവിയാണ് വള്ളത്തോൾ. ഗാന്ധിജിയെ തൻ്റെ ഗുരുവായി സ്വീകരിച്ച അദ്ദേഹം ഗാന്ധിയൻ ആദർശങ്ങളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി. എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ ഗാന്ധിജിയെ ലോകത്തിന് മാതൃകയായ പുണ്യപുരുഷനായി അദ്ദേഹം അവതരിപ്പിച്ചു. പോരാ പോരാ നാളിൽ നാളിൽ തുടങ്ങിയ വരികൾ സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് വലിയ ആവേശമാണ് നൽകിയത്. ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെയും ഇതിഹാസങ്ങളെയും വള്ളത്തോൾ അങ്ങേയറ്റം ആദരിച്ചു. മാതൃവന്ദനം എന്ന കവിതയിൽ ഭാരതത്തെ ഒരു അമ്മയായി സങ്കല്പിച്ച് ആ അമ്മയുടെ മഹിമകളെ അദ്ദേഹം വാഴ്ത്തുന്നു. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന വരികൾ അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ദേശീയ തലത്തിൽ ഭാരതത്തെ സ്നേഹിക്കുമ്പോഴും തൻ്റെ ജന്മനാടായ കേരളത്തോടും മലയാള ഭാഷയോടും വള്ളത്തോൾ പുലർത്തിയ മമത വലുതാണ്. കേരളത്തിൻ്റെ കലകളെയും സംസ്കാരത്തെയും ലോകത്തിനു മുന്നിൽ എത്തിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു. വിസ്മൃതിയിൽ ആണ്ടുപോയ കഥകളി എന്ന കലാരൂപത്തെ പുനരുദ്ധരിക്കാൻ അദ്ദേഹം കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും നാട്ടുജീവിതവും അദ്ദേഹത്തിൻ്റെ വരികളിൽ തെളിഞ്ഞു നിന്നു. സ്വാതന്ത്ര്യദാഹം, ഗാന്ധിയൻ ദർശനങ്ങൾ, കേരളീയ കലകളുടെ സംരക്ഷണം, മാതൃഭാഷാ പ്രേമം എന്നിവയെല്ലാം ഒത്തുചേർന്നതുകൊണ്ടാണ് വള്ളത്തോൾ നാരായണ മേനോനെ നാം ദേശീയ കവി എന്ന് ആദരപൂർവ്വം വിളിക്കുന്നത്. മലയാള കവിതയെ വിശ്വവേദിയിലേക്ക് ഉയർത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് നിസ്തുലമാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. കുറച്ച് ലെങ്തിയാണ്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പം കുറച്ച് നമുക്ക് ഇത് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്നത് 5 മാർക്ക് 15 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പം നിങ്ങൾക്കിത് ഒന്നുകൂടെ വീണ്ടും ഈ വീഡിയോസ് ഒന്നുകൂടെ കേട്ടിട്ട് നിങ്ങൾക്കത് പോയിൻറ്റ്സായിട്ട് എഴുതി വേണമെങ്കിൽ 1-2 പോയിൻറ്റ്സായിട്ട് എഴുതി എടുക്കാം, അല്ലെങ്കിൽ ഒരു നോട്ടായിട്ട് എഴുതി എടുക്കാം. നിങ്ങൾക്കത് ബൈ ഹാർട്ട്സ് ആയിട്ട് ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. അപ്പം ഞാൻ ഈ പറയുന്നതിൽ എല്ലാവർക്കും എന്താ പറയണ്ടേ, നിങ്ങൾക്ക്
പറ്റുന്ന രീതിയിൽ നിങ്ങളത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം എനിക്കും ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിലൂടെ കുറച്ചെങ്കിലുമൊക്കെ എനിക്കും എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.